Hi friends, Assalamu alaikum, Namaskaram, 3-1-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ ടോപ്പ് ഫോർവേഡ് കേക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ടോപ്പ് ഫോർവേഡ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 kg ബാറ്റർ 7 ഇഞ്ചിന്റെ 2 പാനിൽ വെച്ചിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. 4 ലെയറായി കട്ടാക്കിയിട്ടുണ്ട്. സ്പഞ്ചിന്റെ റെസിപ്പി കാണിക്കില്ല, ഇന്ന് ഡെക്കറേഷൻസ് മാത്രമാണ് കാണിക്കുന്നത്. സ്പഞ്ച് ഉണ്ടാക്കുന്ന ഡീറ്റെയിൽ വീഡിയോ ബ്ലാക്ക് ഫോറസ്റ്റിന്റെ റെസിപ്പിയിലുണ്ട്, എല്ലാവരും അത് പോയി കാണണം. റോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ക്രീം ബീറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലോ പിന്നെ ബീറ്ററിന്റെ ബ്ലേഡിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇപ്പോൾ ബീറ്റ് ചെയ്യുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്തിട്ട് ആദ്യം ലോ ഫ്ലെയിമിൽ ഒന്ന് ബീറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ ആദ്യം 1 മിനിറ്റ് ബീറ്റ് ചെയ്യാം. നമുക്കിത് 2-3 മിനിറ്റ് നേരം സ്റ്റിഫ് പീക്ക് ആണ് വരെ ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ക്രീം സ്റ്റിഫ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/4 കപ്പ് സ്ട്രോബെറി ക്രഷ് ചേർക്കാം. സ്ട്രോബെറി ഫ്ലേവറിലുള്ള റോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. ഇതിലേക്ക് 2 തുള്ളി സ്ട്രോബെറി മിക്സ് ചേർക്കാം. ടൈഗറിൻ്റെ കളർ കിട്ടാനും ഫ്ലേവർ കിട്ടാനും വേണ്ടിയിട്ടാണ്. ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ക്രീമിൽ സ്ട്രോബെറി ക്രഷും കളർ ചേർത്തിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രോസ്റ്റിംഗ് തുടങ്ങാം. ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ കേക്ക് ബോർഡിന് നടുവിലായിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിൽ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് കുറച്ച് വെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഷുഗർ സിറപ്പിൽ 1 ടേബിൾ സ്പൂണോളം സ്ട്രോബെറി ക്രഷ് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈ കേക്കായ കാരനാണ് ഷുഗർ സിറപ്പ് കുറച്ചാക്കി കൊടുത്തത്. ഇനി നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. കുറച്ച് വൈറ്റ് ചോക്കോ ചിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് മുകളിലായിട്ട്. ഇനി അടുത്ത ലെയറും ഇതുപോലെ ചെയ്ത് ഈ ലാസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് സ്പഞ്ചിൻ്റെ ലാസ്റ്റ് ഭാഗം എപ്പോഴും കേക്കിൻ്റെ മുകളിലായി വെക്കണം. അത് വെക്കുമ്പോൾ കമഴ്ത്തിയാണ് വെക്കേണ്ടത്. ഇനി അതിൻ്റെ മുകളിലൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി മുകളിൽ ക്രീം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ക്രം കോട്ട് ചെയ്തെടുക്കാം. കാർഡ് വെച്ചിട്ട് നമുക്ക് ലെവൽ ചെയ്തിട്ടെടുക്കാം. സൈഡ് ഭാഗം ഒന്ന് ലെവലായിട്ടില്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഭാഗത്ത് കുറച്ച് ക്രീം തേച്ച് കൊടുത്തിട്ട് കംകോട്ട് ചെയ്ത് കൊടുക്കാം. കാർഡ് വെച്ചിട്ട് സൈഡ് ഭാഗം മുകൾ ഭാഗം ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വയ്ക്കാം. 2 മണിക്കൂറിന് ശേഷം കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം കട്ട് ചെയ്ത് കൊടുക്കാം.
ഈ കട്ട് ചെയ്ത ഭാഗത്തുകൂടി നമുക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം. ഇതിൻ്റെ അടിഭാഗം ഒന്ന് ഇളക്കി കൊടുക്കാം. കേക്ക് ബോളിൻ്റെ നടുവിൽ കുറച്ച് ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട്. നന്നായി സെറ്റായതിനു ശേഷം മാത്രമേ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലൊന്ന് ക്രീം ആക്കി കൊടുക്കാം. ഇതിൽ ക്രം കോട്ട് കൊടുത്തിട്ട് നമുക്ക് 10 മിനിറ്റ് കൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കാൻ വയ്ക്കാം. സൈഡൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഫൈനൽ കോട്ടിന് വേണ്ടിയിട്ട് കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. നമ്മൾ ക്രീമിൽ ലാവൻഡർ കളറാണ് ചേർത്തിട്ടുള്ളത്, ടൈഗറിൻ്റെ ജെൽ കളറ്. നമുക്ക് ഈ കേക്ക് ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം വേറെ എടുത്തിട്ടാണ് ബീറ്റ് ചെയ്തിട്ടുള്ളത്. മൊത്തം 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഒരുവിധം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ബ്രഷ് വെച്ചിട്ട് ഒരു ഡിസൈൻ കൊടുക്കാം. താഴത്തു നിന്ന് മുകളിലേക്ക് മെല്ലാക്കി കൊടുക്കണം. ബാക്ക് ഭാഗത്ത് അതുപോലെ ചെയ്യാം. ഈ സൈഡൊക്കെ വൃത്തിയാക്കിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് കൂടി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. 5 മിനിറ്റിന് ശേഷം കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫോണ്ടന്റ് വർക്ക് ചെയ്യാം. ബട്ടർഫ്ലൈ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് വെച്ച് കൊടുക്കാം. ഓർഡർ കേക്ക് ആണെങ്കിൽ ഫോണ്ടന്റ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് മാത്രം വെച്ച് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് മെൽറ്റായി പോവും. ഓരോ ഷുഗർ ബോൾസ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് സിൽവർ ബോൾസ് ഇട്ട് കൊടുക്കാം. ഫോർവേഡ് കേക്കിൻ്റെ ഫൈനൽ ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാൻ മറക്കരുത്. ഇനി പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.